എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ്. ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ ആ മലയൻകീഴ് വഴി പോകുമ്പോൾ, അതായത് മലയൻകീഴ് സ്കൂളിൻ്റെ കുറച്ച് ഒരടുത്ത്, അതായത് മലയൻകീഴ് സ്കൂളും കഴിഞ്ഞിട്ട് അവിടെ മുതൽ ഏകദേശം മലയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റൽ, അതായത് മണിയറവിള ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന ആ ഹോസ്പിറ്റൽ വരെയുള്ള റോഡെന്ന് പറയുന്നത് വളരെ ദുസ്സഹനീയമായിട്ടുള്ള ഒരു യാത്രയാണ് അതുവഴി പോകുന്നത്. കാരണം കുണ്ടും കുഴിയും നിറഞ്ഞ് അല്ലാതെ ഉള്ള ഒരു നിരപ്പായ സ്ഥലം അവിടെ കാണുവാനായിട്ടില്ല. അതുവഴി യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് ഒതുങ്ങിപ്പോകുവാൻ, അല്ലെങ്കിൽ ഈ കുഴിയില്ലാത്ത സ്ഥലം നോക്കി ഒതുങ്ങിപ്പോകണമെങ്കിൽ അത് നടക്കുന്ന കാര്യമേ അല്ല. ഒരു പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ മലയൻകീഴ് ഈ റോഡ്, അല്ലെങ്കിൽ മണിയറവിള റോഡെന്ന് പറയുന്നത്. എത്ര പേഷ്യൻസാണ് അതുവഴി പോകുന്നത്, എത്ര രോഗങ്ങളുള്ളവരാണ് പിന്നെ ജോലിക്കായിട്ടും അല്ലാതെയൊക്കെ ഇതിൽ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടമെന്ന് പറയട്ടെ. അതുവഴി പോയി വരുമ്പോൾ അതിന് ശേഷമുള്ള നമ്മുടെ ശാരീരികമായ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പം നമുക്ക് കുറച്ചൊരു 1-2 കുഴികൾ കുഴപ്പമില്ലാന്ന് വയ്ക്കാം. ഇത് ഈ സ്കൂളിൻ്റെ കുറച്ചപ്പുറം മുതൽ ഈ ഹോസ്പിറ്റൽ വരെയും വല്ലാത്ത അവസ്ഥയാണ് റോഡിന്. ഇതുവരേക്കും ആരും ഇത് കണ്ടില്ലായിരുന്നോ? ഇത് ആർക്കും ഇതിൽ പരാതിയില്ലേ? ആംബുലൻസ് അതുവഴിയല്ലേ പോകുന്നത് ഈ രോഗികളെയും കൊണ്ട്? എന്തുകൊണ്ടാണ് ഇതിന് ഒരു പരിഹാരം ഇതുവരേക്കും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തത്? എന്നാൽ വളരെ സന്തോഷമെന്ന് പറയട്ടെ, ആ ഒരു അണപ്പാട് മുതൽ പോങ്ങുമൂട് വരെയുള്ള ഒരു ഭാഗം, ആ റോഡ് നമ്മൾ എത്ര മനോഹരമായിട്ടാണ് റോഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഹമ്പുകളിലൊക്കെ മാർക്ക് ചെയ്തു, അവർ ആ ലൈറ്റുകൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. റോഡിൻ്റെ ഇരുവശവും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ വണ്ടികളെല്ലാം അവരവരുടെ ആ ഒരു സ്ഥലത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇത്രയും ഭംഗിയായിട്ടത് പോയി കാണണം. എത്ര മനോഹരമായിട്ടാണ് റോഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു റോഡെന്ന് പറയുന്നത്. ഇടയ്ക്ക് പൈപ്പ് ലൈൻ കുഴിച്ചിട്ട് പൈപ്പ് ലൈൻ കുറച്ചിട്ടേക്കും. അതിൽ കൂടെ ഇറങ്ങി കയറി വരുമ്പോൾ അത് സർക്കസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇറങ്ങി കയറി ഈ സമയം തന്നെ നമ്മുടെ നടുവിന് പ്രശ്നമുള്ളവർക്കാണെങ്കിൽ അത് തീർന്നു കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ ആ ഒരു കുഴിയെല്ലാം മൂടിയിട്ട് കുറച്ചുകൂടെ ഹൈറ്റ് ഹമ്പ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ വളരെ വൃത്തികെട്ടൊരു റോഡായിട്ട് വളരെ ശോചനീയ അവസ്ഥ തന്നെ പറയാം. റോഡ് നിങ്ങൾ കണ്ടു നോക്കൂ. ഇതിനെന്തായാലും ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ നിങ്ങൾ ഇതിനു വേണ്ടി ഒരു പരിഹാരം ചെയ്തു തരണം. ഞാനത് യാത്ര ചെയ്യുന്നത് കൊണ്ട് കണ്ടതുകൊണ്ടാണ്. കാരണം പിന്നെ ഇത് ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്ന് വിചാരിച്ചിട്ടിരുന്നിട്ട് എത്രയോ നാളുകൾ കൊണ്ട് ഈ ഒരു റോഡ് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ രോഗികളാക്കുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കും. എല്ലാം പോട്ടെ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെയാണ്. അവിടെ ആംബുലൻസിൽ പോകുന്ന രോഗികളുടെ കാര്യം എന്താണ്? അല്ലെങ്കിൽ രോഗമുള്ള എത്രയോ പേഷ്യൻസാണ് യാത്രകൾ അതുവഴി ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഇതിനൊരു പരിഹാരം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.